എന്നും അടിച്ചു വരുമ്പോൾ ഇത് പെറുക്കിയെടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. എവിടെ തിരിഞ്ഞാലും ക്രയോൺസ്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്രയോൺസൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സ്റ്റിക്കർ ഇതുപോലെ പറിച്ചെടുത്തിട്ട് ഒന്ന് കണ്ട് ഡബിൾ ബോയിൽ എടുത്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു മോൾഡ് എടുക്കുക, അതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോൾഡ് ഇല്ലാത്തവർ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ബോട്ടിലോ കാര്യങ്ങളിലോ ഒക്കെ ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ മോൾഡിൽ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. ഇതുപോലെ കണ്ടോ, ഇത് അവർക്ക് കളറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇങ്ങനെ വേണമെങ്കിൽ മാച്ച് ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ 2-3 കളറ് മെൽറ്റാക്കി എടുത്തതാണിത്. ഒരു യെല്ലോ, ഓറഞ്ച്, റെഡും ഒക്കെ പാടെ ഒരു സ്കിൻ കളറും ഒക്കെ പാടെ മെൽറ്റാക്കി കിട്ടിയപ്പോൾ എനിക്ക് ഈ ഒരു കളറ് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തത് കുറേ കളേഴ്സ് ക്രയോൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ക്രയോൺ ഇതുപോലെ റീയൂസ് ചെയ്യാനും പറ്റും. മക്കൾക്ക് ഇതുപോലെ കളർ കൊടുക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ വലിച്ചെറിയേണ്ട കാര്യമില്ലല്ലോ. മക്കൾക്ക് ഇത് വീണ്ടും യൂസ് ചെയ്യാം. അവർക്ക് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും.